ഇന്നേ 2 ഏത്തക്ക കിട്ടിയിട്ടുണ്ട്. അതിനൊന്ന് ചിപ്സ് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുവാണ്. അതിന് വേണ്ടിയിട്ട് ഇത് നല്ലവണ്ണം തോടൊക്കെ മാറ്റിയിട്ട് ഈ ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കനം കുറച്ച് അരിയാൻ പറ്റും. ഇതിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ കനത്തിൽ ചിപ്സിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ പിച്ചാത്തിയൊക്കെ കൊണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കനം കുറച്ച് കിട്ടത്തില്ല. ചോപ്പറിലാകുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഗ്യാസിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ചൂടായി വന്നിട്ടുണ്ട്. ഓരോന്ന് വീതം തമ്മിൽ ഒട്ടാതെ ഓരോന്ന് വീതം ഇടുക. ഒരുമിച്ച് വാരിയിട്ടാൽ ചിപ്സ് ഒട്ടിപ്പിടിച്ചു പോകും. അതുകൊണ്ട് കുറേശ്ശെ ഇടാം. ഇത്രയും ഇട്ടാൽ മതി. കുറേശ്ശെ വറുത്തെടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് എണ്ണ ഒഴിച്ചാൽ ആകെ 2 കായേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചത്. ഇത്രയും എണ്ണയിൽ തന്നെ നമുക്കിതെല്ലാം വറുത്ത് കോരി എടുക്കാൻ പറ്റും. ഈ സമയത്ത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഉപ്പ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അവസാനം ഇത് കോരാ സമയത്ത് കുറച്ച് വെള്ളം തളിച്ചെടുത്താലും മതി. പക്ഷേ ഞാനിത് ഉപ്പിട്ടു. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും കറക്റ്റായിട്ട് ഉപ്പ് അതിൽ പിടിച്ച് കിട്ടിക്കോളും. ഇതാണ്ടോ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കോരി മാറ്റാം. ഇതാണ്ടോ നല്ല മഞ്ഞ നിറത്തിലുള്ള ചിപ്സ് കിട്ടിയിട്ടുണ്ട്. അത് കോരി മാറ്റിയിട്ട് രണ്ടാമത് വീണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിപ്സ് എല്ലാം വറുത്ത് കോരിയെടുക്കാൻ പറ്റും. വെറുതെ കാശ് കളയേണ്ട. 2 ഏത്തക്ക ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ചിപ്സ് നമുക്ക് വറുത്ത് കോരി എടുക്കാൻ പറ്റും. ഇതാണ്ടോ നല്ല അടിപൊളി ചിപ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതും ഏകദേശം കോരിയെടുക്കാൻ പറ്റും. ഓക്കെ, ബൈ.